എല്ലാ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് അമിത്ഷായെ പൂട്ടുകയാണിപ്പോൾ കോൺഗ്രസ്. അസം വെള്ളപ്പൊക്ക ദുരിത ബാധിതർക്കിടയിലൂടെ രാഹുൽ നടന്നു നീങ്ങുന്നതിനിടയിലാണ് അമിത്ഷായ്ക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുന്നത്. 2021 വീമ്പു പറച്ചിലാണിപ്പോൾ ജനങ്ങൾ തന്നെ കുത്തിപ്പൊക്കി പുറത്തിട്ടുകൊണ്ട് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിലേറിയാൽ അസമിൽ പ്രളയമുണ്ടാകില്ലെന്ന് അമിത്ഷാ നൽകിയ ഉറപ്പിനെ ചോദ്യം ചെയ്താണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിമർശനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അസം വെള്ളപ്പൊക്ക രഹിത സംസ്ഥാനമായി മാറുമെന്നാണ് അന്ന് അമിത്ഷാ പറഞ്ഞത്. BJPക്ക് 5 വർഷം കൂടി തരൂ, അതോടെ അസം ഒരു പ്രളയരഹിത സംസ്ഥാനമായി മാറുമെന്ന്. വെള്ളം മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ കുത്തിപ്പൊക്കൽ. ഇനി ഒരിക്കലും ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാവില്ല എന്നുകൂടിയാണ് അമിത്ഷാ വാഗ്ദാനം ചെയ്തത്. 2021 ദേശീയ മാധ്യമമായ മിന്റ് നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ എടുത്തിട്ടിരിക്കുന്നത്, വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും. നസീറയിൽ നടന്ന പ്രചാരണ റാലിയിലായിരുന്നു ഷാ ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ അസമിൽ വീണ്ടും പ്രളയമുണ്ടായെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ സമയം വിദേശയാത്രയിലാണ് എന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം. 2 ദിവസത്തെ റഷ്യൻ പര്യടനത്തിനായി മോദി മോസ്കോയിലെത്തിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. അസമിലെ തീവ്രവാദം ഇല്ലാതാക്കിയതുപോലെ പ്രളയത്തിനും അറുതി വരുത്തുമെന്നായിരുന്നു ഷായുടെ മറ്റൊരു പരാമർശം. എന്നാൽ സംസ്ഥാനത്തെ ഭീകരാക്രമണങ്ങളെ നിയന്ത്രിക്കുന്നതിലും അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതേ കേന്ദ്ര സർക്കാരുകൾ. 2023 ഡിസംബറിൽ കിഴക്കൻ അസമിലെ സൈനിക ക്യാമ്പിൽ ഭീകരാക്രമണം നടത്തിയതിന് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസമിന്റെ തലവൻ പരേഷ് ബറുവയ്ക്കും മറ്റ് 5 പേർക്കുമെതിരെ NIA കുറ്റം ചുമത്തുകയും ചെയ്തതൊക്കെ ഇതിന്റെ തെളിവാണ്. എന്നാൽ ഇവിടങ്ങളിലൊക്കെയാണ് രാഹുൽ തിളങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസമിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോഴും മോദി മറ്റെവിടെയോ. ലോക്സഭയിൽ BJP സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് രാഹുൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയതും. ഇവിടെ അസമിലെ വെള്ളപ്പൊക്കം കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും കെടുകാര്യസ്ഥതയെ തുറന്നു കാണിക്കുന്നു. ഇരട്ട എഞ്ചിനായിട്ടും പ്രളയത്തിൽ സർക്കാരുകൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നും രാഹുൽ ചോദിച്ചുകൊണ്ടാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ അസമിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, പാർലമെന്റിൽ ഞാൻ അവരുടെ സൈനികനാണ് എന്നും ഈ സന്ദർശനത്തിനിടയിൽ രാഹുൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്.